അപ്പം മനസ്സിന് നല്ല ശക്തി വേണമെങ്കിൽ ജ്ഞാനമാകുന്ന അഗ്നിയിലേക്ക് നിരന്തരം മനസ്സിനെ ഇട്ടുകൊണ്ടിരിക്കണം. അപ്പം എപ്പോഴാണ് മനസ്സിനെ ശക്തി കെട്ടുക? ഭസ്മസാത് കുരുതേ. നമ്മുടെ ഉള്ളിലുള്ള പല ശീലങ്ങളും സ്വഭാവങ്ങളും ഭസ്മമായി തീരുമ്പോൾ, ശ്രദ്ധിക്കുക നിങ്ങൾ, ഭസ്മമായി തീരുക എന്ന് പറഞ്ഞാൽ ഇവിടെ ലിറ്ററലി ഭസ്മമാവലല്ല. ഇവിടെ ഭസ്മമായി തീരുക എന്ന് പറഞ്ഞാൽ ഇതും കേട്ടിട്ട് നിങ്ങൾ തലയിൽ പെട്രോളോ മണ്ണെണ്ണോ ഒഴിച്ചിട്ട് ഞാൻ ഭസ്മമാക്കി തീർക്കാൻ പോവുകയാണ്. കൃഷ്ണൻ പറഞ്ഞിട്ട് ഒക്കെ ഭസ്മമായി തീർന്ന പ്രശ്നം തീർന്നു. അത് പെട്രോളായി തീരും, പെട്രോളിൽ കത്തിത്തീരും, അല്ലാതെ ഭസ്മം ആവില്ല. ഇവിടെ ഭസ്മമാക്കുക എന്നുള്ളതൊരു പ്രയോഗമാണ്. ഇവിടെ ഭസ്മമാക്കേണ്ടത് നമ്മുടെ ശീലങ്ങളാണ്. അതെങ്ങനെയാണ് ഭസ്മമാവുക? ഭസ്മമാക്കണ്ട, വിറക് കത്തിയാൽ തന്നെ ഭസ്മമാണ്. അതായത് വിറക് കത്തും തോറും ഈ ആളിക്കത്തൽ വിറകിനെ ഭസ്മമാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പരിഭവങ്ങളൊക്കെ ഭസ്മമായി തീരും ഈ അഭ്യാസമാകുന്ന അഗ്നിയിൽ. എത്രത്തോളം ആത്മാർത്ഥതയോടെ നാം അഭ്യസിക്കുന്നുണ്ടോ അത്രത്തോളം ഈ വാസന ഭസ്മമായി തീരും. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് നിങ്ങളുടെ കൃത്യനിഷ്ഠയിലും കൃത്യമായ റെഗുലറായ അനുഷ്ഠാനത്തിലും, നിരന്തരമായ അനുഷ്ഠാനത്തിലും. ഇതിന് നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ഒരിക്കലും തളരുകയില്ല. ഒരാത്മഹത്യ എന്ന ചിന്ത നിങ്ങൾക്ക് വരില്ല. ഒരാത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ദുർബല ചിന്തയാണ്, നിങ്ങളെ തളർത്തുന്ന ദുർബല ചിന്തയാണ്, നിങ്ങളെ വിഷമിപ്പിക്കുന്ന ദുർബല ചിന്തയാണ്. അത് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങളുടെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം തരുന്ന നിരന്തരമായ പ്രാക്ടീസിലൂടെ കിട്ടുന്ന ശക്തി നിങ്ങളുടെ ദുർബലതയെ മുഴുവൻ ഭസ്മമാക്കി മാറ്റും. അതങ്ങനെ കത്തിച്ചാമ്പലാക്കി കളയും. ഇത് എത്ര മനോഹരമായിട്ടാണ് കൃഷ്ണൻ പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ടും തിരിച്ചറിയുക. ഒരു വശത്ത് നമ്മളെ ദുർബലമാക്കുന്ന ചിന്തകളെ നാം തിരിച്ചറിയുക. അത് നമ്മൾ അറിയുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാര്യം. നാം തിരിച്ചറിയുക, എന്നെ ദുർബലമാക്കുന്നത് എൻ്റെ ചിന്തകളാണ്. നമുക്കറിയാം, പക്ഷേ വി ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്, വി ഡോണ്ട് റെക്കഗ്നൈസ് ഇറ്റ്. ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന ആത്മധൈര്യവും, എന്ന് വെച്ചാൽ ഒരു കൃത്യനിഷ്ഠയും, രണ്ടാമത്തെ നിരന്തരമായ അനുഷ്ഠാനം കൊണ്ട് എൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്ന ശക്തി കൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും. ഞാൻ അതിന് നിരന്തരമായ പരിശീലനം മാത്രമാണ് ചെയ്യേണ്ടത്. ഈ തിരിച്ചറിവ് മതി.